ഹായ് ഫ്രണ്ട്സ്, കാർപ്പെ ഡയത്തിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് കുറച്ച് HSST ഹിസ്റ്ററി വിഭാഗം വിദ്യാർത്ഥികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് വരാൻ പോകുന്ന HSST ജൂനിയർ, സീനിയർ എന്നീ പരീക്ഷകൾക്ക് വിജയിക്കാൻ ആവശ്യമായ ചില കണ്ടൻറ്റുകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്യമമാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി HSST സീനിയറിൻ്റെ സിലബസൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. കൂടുതലായിട്ട് കണ്ടൻറ്റ് ബേസ്ഡാണ് പരീക്ഷകൾ. അതുപോലെ തന്നെ ജനറൽ നോളേജിനും കോൺസ്റ്റിറ്റ്യൂഷനും റെനൈസൻസിനും റിലീജിയസ് റിഫോമേഴ്സ് അതിനൊക്കെ അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട്. GK പോലെയുള്ള കണ്ടൻറ്റുകൾ, കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള കണ്ടൻറ്റുകളെല്ലാം നമ്മളെല്ലാ പരീക്ഷയ്ക്കും നോക്കുന്നത് കൊണ്ട് ഒരു 30% മാർക്ക് നമുക്ക് നേടുക പ്രയാസമായിരിക്കില്ല. നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കണ്ടൻറ്റ് ഭാഗത്തിൽ തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് കൂടുതൽ കണ്ടൻറ്റുകൾ ഇതിൻ്റെ ഓരോ പാർട്ടിലൂടെ 25 20 അതിലധികമോ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി പാർട്ടുകളായിട്ട് പരീക്ഷ എത്തുന്നതിന് മുമ്പ് നൽകുക എന്നുള്ളതാണ് എൻ്റെ ഉദ്യമം. അപ്പോൾ അതിൽ തന്നെ നമ്മൾ HSST ജൂനിയറിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. HSST സീനിയർ നമുക്കറിയാം, കുറച്ചൊഴിവുകൾ മാത്രമാണ് ഉണ്ടാവുക. HSST ജൂനിയർ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരും, നമുക്ക് അത്യാവശ്യം പഠിപ്പിക്കാനുള്ള സമയവും കിട്ടും. അപ്പോൾ അതുവരെ നീണ്ടുപോകുന്ന ഒരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മാക്സിമം ഈ ക്ലാസ്സുകൾ മറ്റുള്ളവർക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം ഇത് നമ്മൾ HSST ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറച്ച് ഗ്രൂപ്പുകളിലേക്ക് ചുരുങ്ങുകയാണ്. ഡിഗ്രി ലെവൽ പോലെയോ പ്രിലിം പോലെയോ നമുക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ചാനലിൽ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിയാവുന്ന അത്രയും ആളുകൾ ഇതിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോഗ്രാം കൊണ്ടുപോകുന്നത് കൊണ്ട് നമുക്ക് ഒരു ബെനിഫിറ്റ് ഉള്ളൂ. ഒരുപാട് പേരിലേക്ക് ഇത് എത്തുകയും അവർക്ക് ഉപകാരപ്പെടുമെന്ന് അറിയുമ്പോൾ മാത്രമാണ് നമുക്കതിന് സന്തോഷം. കുറച്ച് ആളുകൾക്ക് കിട്ടുന്നതിലേറെ ഒരുപാട് പേർക്ക് ഇത് എത്തുമ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് അതൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് പാർട്ട് ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഡെഫിനിഷൻസും കുറച്ച് HSST ഭാഗത്തിലെ ഉൾപ്പെട്ട GKയും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിലബസ് നിങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടാകും. സിലബസ് അനുസരിച്ച് തന്നെയാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യൂട്യൂബിലും ടെക്സ്റ്റ് ബുക്കുകളായിട്ടും നിങ്ങൾക്ക് ലഭിക്കാവുന്ന എല്ലാ കണ്ടൻറ്റും ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്കും HSST എന്നുള്ളത് ഒരു ജോലി അത്ര അപ്രാപ്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സമയം കണ്ടെത്തി പഠിക്കുക. ഓഡിയോ ആകുമ്പോൾ നമുക്ക് എപ്പോൾ യാത്രകളിലും മറ്റും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളൊരു ഒരു സംഭവം കൂടിയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്നുള്ളതുകൊണ്ടാണ് ഓഡിയോ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഡെഫിനിഷൻസ് പരിചയപ്പെടാം ചരിത്രവുമായി ബന്ധപ്പെട്ട്. ആദ്യത്തെ ചോദ്യം, ദ ടേം ഹിസ്റ്ററി ഈസ് ഡിറൈവ്ഡ് ഫ്രം വിച്ച് ലാംഗ്വേജ് ആൻഡ് ഫ്രം വിച്ച് വേർഡ്? ദ ടേം ഹിസ്റ്ററി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ഹിസ്റ്റോറിയ, വിച്ച് മീൻസ് എൻക്വയറി ആൻഡ് റിസർച്ച്. ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകുക. അപ്പോൾ നമുക്ക് വീണ്ടും കേൾക്കേണ്ട ആവശ്യം വരില്ല, വീണ്ടും പഠിക്കേണ്ട ആവശ്യം വരില്ല. ചരിത്രം എന്നുള്ള വാക്ക് ഹിസ്റ്റോറിയ എന്നുള്ള വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് റിസർച്ച് അല്ലെങ്കിൽ എൻക്വയറി, അന്വേഷണം, റിസർച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന ഹിസ്റ്റോറിയ എന്നുള്ള വാക്കിൽ നിന്നാണ് ഹിസ്റ്ററി എന്നുള്ള പദം ഉത്ഭവിച്ചിട്ടുള്ളത്. അടുത്തത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഹിസ്റ്ററി ഈസ് ദി അക്കൗണ്ട് ഓഫ് അൺചേഞ്ചിങ് പാസ്റ്റ് എന്ന് പറഞ്ഞത് ആരാണ്? അപ്പോൾ ഇതിൽ നമ്മൾ കോട്ട് ചെയ്യുക ഓരോ ഭാഗങ്ങൾ. കാരണം ഡെഫിനിഷൻസ് മാറിപ്പോകാം, എളുപ്പത്തിൽ മാറിപ്പോകുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ ഒരു ചോദ്യമെങ്കിലും ഇതിൽ നിന്ന് ചോദിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു മാർക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഹിസ്റ്ററി ഈസ് ദി അക്കൗണ്ട് ഓഫ് അൺചേഞ്ചിങ് പാസ്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ വരച്ചെടുക്കുക അൺചേഞ്ചിങ് പാസ്റ്റ്, ഒരിക്കലും മാറാത്ത ഭൂതകാലം എന്ന് പറഞ്ഞത് ആരാണ്? മാറാത്ത ഭൂതകാലം. മാറാത്ത ഭൂതകാലം എന്ന് പറയുന്നത് ആരാണ്? അരിസ്റ്റോട്ടിൽ. അപ്പോൾ അരിസ്റ്റോട്ടിൽ കേൾക്കുമ്പോൾ നമുക്ക് ഹിസ്റ്ററിയുടെ ഡെഫിനേഷനിൽ വരേണ്ടത് മാറാത്ത ഭൂതകാലം. ഹിസ്റ്ററി ഈസ് ദി അക്കൗണ്ട് ഓഫ് അൺചേഞ്ചിങ് പാസ്റ്റ്. മാറാത്ത ഭൂതകാലത്തെക്കുറിച്ച് ചരിത്രത്തെ വ്യാഖ്യാനിച്ചത് അരിസ്റ്റോട്ടിലാണ്. അടുത്ത ഡെഫിനേഷൻ, ഹിസ്റ്ററി ഈസ് എ ഡിസിപ്ലിൻ ദാറ്റ് മേക്സ് മെൻ വൈസ്. ഹിസ്റ്ററി ഈസ് എ ഡിസിപ്ലിൻ ദാറ്റ് മേക്സ് മെൻ വൈസ്. അപ്പോൾ മെൻ വൈസ്, മനുഷ്യനെ ബുദ്ധിമാനാക്കുന്നത്, മനുഷ്യനെ യുക്തിയുള്ളവനാക്കുന്നത് എന്താണോ അതാണ് ചരിത്രം എന്ന് പറഞ്ഞത്. യുക്തി, ബുദ്ധി ഒക്കെ വരുമ്പോൾ നമുക്ക് റെനൈസൻസ്, ഫ്രാൻസിസ് ബേക്കൺ ആണ് പറഞ്ഞത്. ഡിസിപ്ലിൻ ദാറ്റ് മേക്സ് മാൻ വൈസ്, ദാറ്റ് ഈസ് ഹിസ്റ്ററി. ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യനെ ബുദ്ധിമാനാക്കുന്ന ഒരു ഡിസിപ്ലിൻ ആണെന്ന് അഭിപ്രായപ്പെട്ടത് ഫ്രാൻസിസ് ബേക്കൺ ആണ്. അപ്പോൾ ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് വൈസ് മാൻ ആണ്. അരിസ്റ്റോട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ അൺചേഞ്ചിങ് പാസ്റ്റ്, മാറാത്ത ഭൂതകാലം. അടുത്തത് ഡെഫിനിഷൻ, ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് ക്ലാസ് സ്ട്രഗിൾസ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കോയിൻ ചെയ്യാൻ പറ്റുന്ന ആളാണ്. സ്ട്രഗിൾസ്, റെക്കോർഡ് ഓഫ് ക്ലാസ് സ്ട്രഗിൾസ്. ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞത് ആരാണ്? ക്ലാസ് സ്ട്രഗിൾസ്, കാർൽ മാർക്സ്. മാർക്സിസം, കാർൽ മാർക്സിനാണ് ക്ലാസ് സ്ട്രഗിൾ വരുന്നത്. അപ്പോൾ കാർൽ മാർക്സ് ആണ് പറയുന്നത് ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് ക്ലാസ് സ്ട്രഗിൾസ്, കാർൽ മാർക്സ്. ഹിസ്റ്ററി ഈസ് ഹൗ ഇറ്റ് എക്സാക്ട്ലി ഹാപ്പൻഡ്. ഒരു മാറ്റമില്ല. ഹൗ ഇറ്റ് എക്സാക്ട്ലി ഹാപ്പൻഡ്, എങ്ങനെയാണോ സംഭവിച്ചത് അതാണ്.
അപ്പോൾ ഒരു മാറ്റമില്ലാത്ത സംഭവിച്ചത് എന്ന് പറയുന്നത് ലിയോപോൾഡ് റാങ്കെ എന്ന് പറയുമ്പോൾ അതിലൊരു മാറ്റമില്ല. റാങ്കെ എപ്പോഴും സയൻറ്റിഫിക്കാണ്, അപ്പോൾ അതിലൊരു മാറ്റമില്ല. റാങ്കയുടെ ചിന്താഗതികൾ ഭയങ്കര സയൻറ്റിഫിക്കാണ്, അതുകൊണ്ട് എന്താണ് ഹിസ്റ്ററിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. അതാണ് റാങ്കെ പറഞ്ഞത്. കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അടുത്തത്, ഹിസ്റ്ററി ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ്. ആരൊക്കെ തമ്മിലാണ്? പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ്. വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഡയലോഗാണ്. ഒരിക്കലും നിലക്കാത്ത ഡയലോഗാണ്. പറഞ്ഞത് എച്ച് കാറാണ്, നിലക്കാതെ പോകുന്നത് കാറാണ്, അങ്ങനെ ഓർത്തേക്കാം. എച്ച് കാർ പറഞ്ഞത് ഒരിക്കലും നിലക്കാത്ത ഡയലോഗാണ്. ആരൊക്കെ? പ്രസൻറ്റും പാസ്റ്റും തമ്മിലുള്ളത്. പറഞ്ഞത് എച്ച് കാറ് ആണ് സഞ്ചരിക്കുന്നത്, അൺഎൻഡിങ് ആയിട്ട് സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ ഡയലോഗ് ബിറ്റ്വീൻ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ഈസ് എച്ച് കാർ. അടുത്തത്, ഹിസ്റ്ററി ഈസ് എ സയൻസ് നോ ലെസ് നോ മോർ. ഒന്നും നോക്കണ്ട, സയൻസാണ്, വേറെ ഒന്നുമില്ല. ഹിസ്റ്ററി സയൻസ് തന്നെയാണ്, അതിലൊന്നും കൂട്ടാനും കുറക്കാനുമില്ല. ഹിസ്റ്ററി ഈസ് എ സയൻസ് നോ ലെസ് നോ മോർ എന്ന് പറയുന്നത് ജെ.ബി. ബെറിയാണ്. അപ്പോൾ സയൻസ് എന്ന് കേട്ടാൽ ബെറിയ ഓർക്കണം. സയൻസ് മൂടി വെക്കാൻ കഴിയാത്തത്, ബെറിയ അടക്കം ചെയ്യുക. മൂടി വെക്കാൻ കഴിയാത്തത് എന്തോ അതാണ് സയൻസ്. ഒരിക്കലും മൂടി വെക്കാൻ കഴിയാത്തൊരു സത്യമാണ് സയൻസ്. സോ ജെ.ബി. ബെറിയാണ് ഹിസ്റ്ററി ഈസ് എ സയൻസ് നോ ലെസ് നോ മോർ എന്ന് പറയുന്നത്. അടുത്തത്, ഹിസ്റ്ററി ഈസ് എ ഫിലോസഫി ടീച്ചിങ് ബൈ എക്സാമ്പിൾസ്. ഫിലോസഫി, സോ ഇറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു എ ഫിലോസഫർ. ഹിസ്റ്ററി ഈസ് എ ഫിലോസഫി ടീച്ചിങ് ബൈ എക്സാമ്പിൾസ്. ഉദാഹരണ സഹിതം പഠിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് ചരിത്രം. എങ്ങനെ? എക്സാമ്പിൾസ് ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന തത്വശാസ്ത്രം, ഫിലോസഫിയാണ് ചരിത്രം എന്ന് പറഞ്ഞത് ഡയോണീസിയസ്. ഫിലോസഫിയോടെ കേട്ടാലും അപ്പോൾ ഡയോണീസിയസിനെ ഓർത്ത് വെക്കണം. ഹിസ്റ്ററി ഡെഫിനിഷനിൽ ഫിലോസഫി എന്നുള്ള വാക്ക് കണ്ടാൽ ഡയോണീസിയസിനെ ഓർത്ത് വെക്കുക. അടുത്തത്, ഹിസ്റ്ററി ഈസ് ദി ആർട്ട് ഓഫ് ചൂസിങ് ഫ്രം എമംഗ് മെനി. ഒരിക്കൽ കൂടി, ഹിസ്റ്ററി ഈസ് ദി ആർട്ട് ഓഫ് ചൂസിങ് ഫ്രം എമംഗ് മെനി. ഒരുപാടുള്ളതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്നതാണ്, ചൂസ് ചെയ്യുന്ന ആർട്ടാണ് ഹിസ്റ്ററി, ചരിത്രം എന്ന് പറഞ്ഞത്. എമംഗ് മെനി, ചൂസിങ് ഫ്രം എമംഗ് മെനി, എമംഗ് മെനി എന്ന് കേട്ടാൽ ഓർക്കേണ്ടത് റൂസോ ആണ്. ഫ്രം എമംഗ് മെനി, ചൂസിങ് ഫ്രം എമംഗ് മെനി എന്ന് പറയുന്നത് റൂസോ ആണ്. അടുത്തത്, ഹിസ്റ്ററി ഈസ് ദി ബയോഗ്രഫി ഓഫ് ഗ്രേറ്റ് മാൻ. ആരുടെ ബയോഗ്രഫിയാണ്? ഗ്രേറ്റ് മാൻ. ജീവചരിത്രം, ആരുടെ ജീവചരിത്രം? വലിയ വലിയ പുള്ളികളുടെ ബയോഗ്രഫിയാണ് ചരിത്രം എന്ന് പറഞ്ഞത് തോമസ് കാർലൈൽ. അപ്പോൾ ഗ്രേറ്റ് മാൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് കാർലൈലാണ്. കാർലൈൽ ഒരു ഗ്രേറ്റ് മാൻ ആണ്. തോമസ് കാർലൈൽ ഗ്രേറ്റ് മാൻ. ആൾ ഹിസ്റ്ററി ഈസ് കണ്ടംപററി ഹിസ്റ്ററി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഹിസ്റ്ററി, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചരിത്രം തന്നെയാണ് ചരിത്രം. ഓൾ ഹിസ്റ്ററി ഈസ് കണ്ടംപററി ഹിസ്റ്ററി. കാരണം ഓരോ കാലഘട്ടത്തിനും അത് കണ്ടംപററി തന്നെയാണ്. സോ ഹിസ്റ്ററി ഈസ് കണ്ടംപററി ഹിസ്റ്ററി എന്ന് പറയുന്നത് ക്രോസ് ബെനഡറ്റോ. ഓൾ ഹിസ്റ്ററി ഈസ് കണ്ടംപററി ഹിസ്റ്ററി എന്ന് അഭിപ്രായപ്പെട്ടത് ക്രോസ് ബെനഡറ്റോ. ആരാണ്? ക്രോസിനെ ഓർത്തുക, ക്രോസ് ബെനഡറ്റോ. എന്താ പറഞ്ഞത്? ഓൾ ഹിസ്റ്ററി ഈസ് കണ്ടംപററി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് ആരെയാണ്? ക്രോസ്. അടുത്ത ചോദ്യം, ഹിസ്റ്ററി ഈസ് ദി സയൻസ് ഇൻ ഇൻഫാൻസി. നേരത്തെ ഹിസ്റ്ററി ഈസ് എ സയൻസ് നോ ലെസ് നോ മോർ. ദ സയൻസ് ഇൻ ഇൻഫാൻസി ആണ്. ഹിസ്റ്ററി ഈസ് എ സയൻസ് ഇൻ ഇൻഫാൻസി എന്ന് പറയുന്നത് മാർച്ച് ബ്ലോക്ക് ആണ് പറയുന്നത്. ഹിസ്റ്ററി ഈസ് എ സയൻസ് ഇൻ ഇൻഫാൻസി. ബെറി പറയുന്നത് ഹിസ്റ്ററി ഈസ് എ സയൻസ് നോ ലെസ് നോ മോർ. സയൻസ് ഇൻ ഇൻഫാൻസി, മാർച്ച് ബ്ലോക്ക്. ഹിസ്റ്ററി ഈസ് എ സ്റ്റോറി ഓഫ് ആക്സിഡൻസ്. ഒരിക്കലും വേണം വെച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഹിസ്റ്ററി ഈസ് ദി സ്റ്റോറി ഓഫ് ആക്സിഡൻസിൻ്റെ കഥകളാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ദി ഫാദർ ഓഫ് സയൻറ്റിഫിക് ഹിസ്റ്ററി. ആരാണ്? ഓർത്തുക, ആരാണ് ദി ഫാദർ ഓഫ് സയൻറ്റിഫിക് ഹിസ്റ്ററി? ആരാണ് പറഞ്ഞത്? ഹിസ്റ്ററി ഈസ് ദി സ്റ്റോറി ഓഫ് ആക്സിഡൻസ്. ആരാണ്? തുസിഡൈഡ്സ് ആണ് ദി ഫാദർ ഓഫ് സയൻറ്റിഫിക് ഹിസ്റ്ററി ആൻഡ് ഹി കൺസിഡേർഡ് ഹിസ്റ്ററി ആസ് എ സ്റ്റോറി ഓഫ് ആക്സിഡൻസ്. Thucydides. Next, history is a dimension of a space, time and framework. History is a dimension of space, time, framework. ഈ 3 ഡയമെൻഷനും കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഇതാണ് ചരിത്രം. is a dimension of a space, time, framework. സ്പേസ് വേണം, ടൈം വേണം, ഒരു ഫ്രെയിം വർക്കും കൂടി വരുമ്പോൾ മാത്രമാണ് ചരിത്രമാവുന്നത് എന്ന് പറഞ്ഞത് ഫെർണാൻഡ് ബ്രൂഡൽ. സ്പേസ് ടൈം ഫ്രെയിംവർക്ക് കേട്ടാൽ ബ്രൂഡൽ. സ്പേസ് ടൈം ആൻഡ് ഫ്രെയിംവർക്ക് കേട്ടാൽ ബ്രൂഡൽ. ഹിസ്റ്ററി ഈസ് നോട്ട് എ സബ്ജക്റ്റ് അറ്റ് ഓൾ. ഒരു സബ്ജക്റ്റേ അല്ല. ബട്ട് ഇറ്റ് ഈസ് എ ഹൗസ് ഡ്വെൽ ആൾ സബ്ജക്ട്സ്. എല്ലാ സബ്ജക്റ്റുകളും ഉൾക്കൊള്ളുന്നതാണ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ആരാണ്? ഹിസ്റ്ററി is not a subject at all, but it is a house dwell all subjects. It's by Diem. ആരാണ്? GM Trevelyan ആണ് പറയുന്നത് history is a house dwell all subject. History is house dwell all subjects. All subjects എന്ന് കേട്ടാൽ Trevelyan ഓർക്കണം. All subject എന്ന് കേട്ടാൽ Trevelyan. ഒരിക്കൽ കൂടി, history definition, history derived from Greek word historia, which means enquiry and research. Very good.
The term historia, which means enquiry and research. Next, history is the account of unchanging past. Unchanging past, ഒരിക്കലും മാറാത്ത ഭൂതകാലം. പറഞ്ഞത് അരിസ്റ്റോട്ടിൽ. History is the account of unchanging past by Aristotle. അരിസ്റ്റോട്ടിൽ ആരുടെ ശിഷ്യനായിരുന്നു? പ്ലേറ്റോയുടെ ശിഷ്യനായ അരിസ്റ്റോട്ടിലാണ് പറഞ്ഞത് history is the account of unchanging past. Unchanging past means Aristotle. History is a discipline that makes men wise. Who is wise? Francis Bacon. Discipline that makes men wise. History is the record of class struggles, class conflict, class struggles. Who? Karl Marx. History is the record of class struggles, Karl Marx. History is how it exactly happened, no change. How it exactly happened, that is history. Leopold Ranke, give great stress of science to history. Next, history is an unending dialogue between present and past. Car, unending. It's an unending dialogue between present and past. Car. History is a science, no less, no more. History is a science. It's a science, exact science. J.B. Berry, history is a science. Science cannot be buried. Science, bury. History is a philosophy, teaching by examples. History is a philosophy, teaching by examples. ഉദാഹരണം സഹിതം പഠിപ്പിക്കുന്ന തത്വശാസ്ത്രം Dionysius. History is a philosophy, teaching by examples. Dionysius. History is the art of choosing from among many. Rousseau. Art of choosing from among many. Rousseau. History is a biography of great man. Biography of great man. Who is great man? Thomas Carlyle. All history is contemporary history by Cross Benedetto. Contemporary history, Cross Benedetto. History is the science in infancy. By Mark Bloch. History is a science in infancy by Mark Bloch. History is a story of accidents. It is a story of accidents. The father of scientific history, who called history as story of accidents, Thucydides. History is a dimension of a space, time and framework. It's Fernand Braudel. Space, time and framework. History is not a subject at all, but it is a house dwell of all subjects. History is not a subject at all, but it is a house dwell all subjects by Diem Trevelyan. Next, some questions. Singh Sabha movement started in 1870. 1870 സിഖ് സഭാ മൂവ്മെന്റ് ആരംഭിച്ചത്. സിഖ് സഭാ മൂവ്മെന്റിന്റെ കാലഘട്ടം 1870. അടുത്ത ചോദ്യം, ഗുരുദ്വാര റിഫോം മൂവ്മെന്റ് ആരംഭിച്ചത്. ഗുരുദ്വാര റിഫോം മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ 1920. 1920 ഗുരുദ്വാര റിഫോം മൂവ്മെന്റ് ആരംഭിച്ചത്. 1920. ഹണ്ടർ കമ്മീഷൻ, ഇൻ വിച്ച് ഇയർ? ഹണ്ടർ കമ്മീഷൻ 1882. 1882 ഹണ്ടർ കമ്മീഷൻ നിയമിച്ചത്. Then Sadler Commission നിയമിച്ചത്. Sadler Commission 1917. 1917 സാഡ്ലർ കമ്മീഷൻ നിയമിച്ചത്. രാജറാണി ടെമ്പിൾ എവിടെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? രാജറാണി ക്ഷേത്രം എവിടെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഭുവനേശ്വർ. ഇറ്റ് ഈസ് ഇൻ ഭുവനേശ്വർ, ഒറീസ. ഭുവനേശ്വറിലാണ് രാജറാണി ക്ഷേത്രം. സൂര്യക്ഷേത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, കൊണാർക്കിലെ സൂര്യക്ഷേത്രം. വിജയനഗര പെയിൻറ്റിങ്സ് കൂടുതൽ പ്രാധാന്യം ലഭിച്ചിരുന്ന സ്ഥലം. വിജയനഗര പെയിൻറ്റിങ്സിൻ്റെ സെൻറ്റർ എന്നറിയപ്പെടുന്ന ലപാക്ഷി. ലപാക്ഷിയാണ് വിജയനഗര പെയിൻറ്റിങ്ങിൻ്റെ ഫേമസ് സെൻറ്ററാണ് ലപാക്ഷി. ഹൊയ്സല മോണമെൻറ്റ്സ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധി ആർജിച്ച സ്ഥലം ഹലബേട്ട്. ഹൊയ്സല മോണമെൻറ്റിൻ്റെ കേന്ദ്രം ഹലബേട്ട്. റിപ്പീറ്റിംഗ്, സിഖ് സഭാ മൂവ്മെൻറ്റ് എന്നാണ് ആരംഭിച്ചത്? ഓർത്ത് നോക്കൂ, സിഖ് സഭാ മൂവ്മെൻറ്റ് 1870 യെസ്. സിഖ് സഭാ മൂവ്മെൻറ്റ് 1870. 1870. ഗുരുദ്വാര റിഫോം മൂവ്മെൻറ്റ് 1920. 1920 ഗുരുദ്വാര റിഫോം മൂവ്മെൻറ്റ്. ഹണ്ടർ കമ്മീഷൻ നിയോഗിച്ചത്. ഹണ്ടർ കമ്മീഷൻ 1882. 1882. ഹണ്ടർ കമ്മീഷൻ 1882. സാഡ്ലർ കമ്മീഷൻ 1917. സാഡ്ലർ കമ്മീഷൻ നിയമിച്ചത് 1917. 1917. രാജറാണി ക്ഷേത്രം നിർമ്മിച്ചത്. രാജറാണി ക്ഷേത്രം ഭുവനേശ്വർ, ഒറീസ. രാജറാണി ക്ഷേത്രം ഭുവനേശ്വർ. സൺ ക്ഷേത്രം, സൂര്യക്ഷേത്രം, കൊണാർക്കിലെ സൂര്യക്ഷേത്രം. വിജയനഗര പെയിൻറ്റിങ്സ് ഫേമസ് ആയിട്ടുള്ളത് എവിടെയാണ്? വിജയനഗര പെയിൻറ്റിങ്സ് ലപാക്ഷി. ഫേമസ് ആയിട്ട് ലപാക്ഷി. ഹൊയ്സല മോണമെൻറ്റ്സ് ഫേമസ് ആയിട്ട് ഹലബേട്ട്.
ഹോയ്സല മോണമെൻറ്റ്സ് ആൻഡ് ഹെലബിറ്റ്. ഒരിക്കൽ കൂടി പഠിച്ചത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഹിസ്റ്ററി derived from the word Greek word historia, which means enquiry and research. History is the account of unchanging past എന്ന് പറഞ്ഞത്. unchanging past എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടൽ. History is a discipline that makes men wise. മനുഷ്യനെ വൈസ് ആക്കുന്ന ഹിസ്റ്ററി എന്ന് പറഞ്ഞത് ഫ്രാൻസിസ് ബേക്കൺ. ഹിസ്റ്ററി is a record of class struggles. class struggles എന്ന് പറഞ്ഞത് കാൾ മാക്സ്. History is how it exactly happened. how it exactly happened എന്ന് പറഞ്ഞത് ലിയോപോൾഡ് റാൻകെ. History is an unending dialogue between present and past. unending dialogue between present and past. present and past. E.H. Carpe. History is a science, no less novel. History is a science by J.B. Bury. J.B. Bury. History is a philosophy. History is a philosophy teaching by examples. History is a philosophy teaching by examples. Dionysius. Dionysius. History is the art of choosing from among many. choosing from among many. art of choosing from among many എന്ന് പറയുന്നത് റൂസോ. History is the biography of great man. History is the biography of great man എന്ന് പറയുന്നത് തോമസ് കാർലൈൽ. History is the biography of great man എന്ന് പറയുന്നത് തോമസ് കാർലൈൽ. All history is contemporary history. all history is contemporary history എന്ന് പറയുന്നത് ക്രോസ് ബെനഡിക്റ്റോ. History is a contemporary history എന്ന് പറയുന്നത് ക്രോസ് ബെനഡിക്റ്റോ. History is the science in infancy. History is the science in infancy എന്ന് പറയുന്നത് മാർച്ച് ബ്ലോക്ക്. History is the science in infancy എന്ന് പറയുന്നത് മാർച്ച് ബ്ലോക്ക്. History is the story of accidents. History is the story of accidents എന്ന് പറയുന്നത് തുസിഡൈറ്റ്സ്. History is a dimension of space, time and framework. History is a dimension of space, time and framework by Fernand Braudel. Fernand Braudel ആണ് പറഞ്ഞത്. History is a dimension of space, time and framework. History is not a subject at all, but it is a house dwell all subjects. History is not a subject at all, but it is a house dwell all subjects by G.M. Trevelyan. Then Sikh Sabha movement. Sikh Sabha movement started in 1817. 1870 Sikh Sabha. Gurudwara reform movement 1920. Gurudwara reform movement 1920. Hunter Commission appointed in 1882. Hunter Commission 1882. Sadler Commission 1917. Sadler Commission 1917. Rajarani Temple built at Bhubaneswar. Rajarani Temple built at Bhubaneswar. Sun Temple built at Konark. Sun Temple at Konark. Vijayanagara painting famous at Lepakshi. Vijayanagara painting famous at Lepakshi, or Lepakshi famous for Vijayanagara paintings. Halabid famous for Hoysala monuments. Hoysala monuments are famous at Halabid, or Halabid famous for Hoysala monuments. Thank you. ഇന്നത്തേക്ക് എത്ര മതി. നമ്മൾ കുറച്ച് പാർട്ടായിട്ട് പഠിച്ചു പോയാൽ നമുക്ക് മുഴുവനായിട്ടും പഠിക്കാൻ കഴിയും. അപ്പോൾ ബോർ വരാതെ കൂടുതൽ സമയം നമ്മൾ കണ്ടെത്തി 6-7 മണിക്കൂർ നമ്മളൊരു ദിവസം കണ്ടെത്തി 2-3 ക്വസ്റ്റ്യൻസൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തീർക്കണം. അപ്പോഴേ നമുക്ക് മുന്നോട്ട് കുതിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ ആശംസിക്കുന്നു.